Hi dear students, welcome back to Alex E Academy. ഈ ഒരു ലെക്ചറിൽ CET 309 കൺസ്ട്രക്ഷൻ ടെക്നോളജി ആൻഡ് മാനേജ്മെൻറ്റിലെ ഫോർത്ത് മൊഡ്യൂളിലെ ഫസ്റ്റ് ലെക്ചറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യുന്നത് കൺസ്ട്രക്ഷൻ പ്രോജക്റ്റ് എന്താണ്, ടൈപ്സ് ഓഫ് കൺസ്ട്രക്ഷൻ പ്രോജക്റ്റ്, കാറ്റഗറീസ് ഓഫ് കൺസ്ട്രക്ഷൻ പ്രോജക്റ്റ്. അപ്പോൾ നമുക്ക് ലെക്ചർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഫോർത്ത് മൊഡ്യൂളിലെ പഠിക്കാനുള്ള ടോപ്പിക്സ് എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ മൊഡ്യൂൾ 4 നമുക്ക് കൺസ്ട്രക്ഷൻ പ്രോജക്റ്റ് മാനേജ്മെൻ്റ് ആണ് പഠിക്കാനുള്ളത്. അപ്പോൾ അതിൽ ഫസ്റ്റ് വരുന്നത് കൺസ്ട്രക്ഷൻ പ്രോജക്റ്റ്, കാറ്റഗറീസ്, ലൈഫ് സൈക്കിൾ ഓഫ് എ പ്രോജക്റ്റ്. ഇപ്പോൾ ലൈഫ് സൈക്കിളിൽ വരുന്നതാണ് പ്രീ പ്രോജക്റ്റ് ഫേസ്, പ്രോജക്റ്റ് ഫേസ്, പോസ്റ്റ് പ്രോജക്റ്റ് ഫേസ്. അപ്പോൾ അതിനുശേഷം ഡീറ്റെയിൽഡ് പ്രോജക്റ്റ് റിപ്പോർട്ട് നമ്മൾ കേട്ടിട്ടുള്ളതാണ് DPR. ഇത്രയാണ് നമുക്ക് കൺസ്ട്രക്ഷൻ പ്രോജക്റ്റിനെ ബേസ് ചെയ്ത് പഠിക്കാനായിട്ടുള്ളത്. അതിനുശേഷം നമുക്ക് ടെൻഡറിങ്, ഒരു വർക്ക് നമ്മൾ ടെൻഡർ കൊടുക്കുന്ന പ്രൊസീജിയേഴ്സ്, അപ്പോൾ ടൈപ്സ് ഓഫ് ടെൻഡർ, സ്റ്റേജസ് ഇൻ ടെൻഡറിങ്, ഇതാണ് അടുത്തൊരു ടോപ്പിക്കായിട്ട് വരുന്നത്. ലാസ്റ്റ് കണ്ടൻ്റ് ആയിട്ട് വരുന്നത് കോൺട്രാക്റ്റ് ആണ്. നമ്മളൊരു വർക്ക് ടെൻഡറൊക്കെ കൊടുത്ത് ഒരു കോൺട്രാക്ടർ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ആ ഒരു എഗ്രിമെൻ്റ് എഴുതുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ടൈപ്സ് ഓഫ് കോൺട്രാക്റ്റിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഐറ്റം റേറ്റ് കോൺട്രാക്റ്റ്, ലംസം കോൺട്രാക്റ്റ്, പെർസെൻറ്റേജ് റേറ്റ് കോൺട്രാക്റ്റ്, ടേൺ കീ കോൺട്രാക്റ്റ്, കൺസെഷൻ കോൺട്രാക്റ്റ് ഓർ BOT. ഇത്രയും കാര്യങ്ങളാണ് മൊഡ്യൂൾ 4 നമുക്ക് ഈ ഒരു കൺസ്ട്രക്ഷൻ ടെക്നോളജി ആൻഡ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ കവർ ചെയ്യാനായിട്ടുള്ളത്. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഈ ഒരു ലെക്ചറിൽ നമ്മൾ കൺസ്ട്രക്ഷൻ പ്രോജക്റ്റിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇത് ഈ ഒരു ചാപ്റ്ററിൻ്റെ ഒരു ഓവറോൾ ഇൻട്രൊഡക്ഷൻ ലെക്ചർ മാത്രമായിരിക്കും. കാരണം ഈ കൺസ്ട്രക്ഷൻ പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് കൺസ്ട്രക്ഷൻ പ്രോജക്റ്റ് എന്നുള്ളതിനെ പറ്റി ഒരു ബ്രീഫ് ഡിസ്ക്രിപ്ഷനാണ് പറയുന്നത്. ഓക്കെ, ദ ഡെഫിനീഷൻ ഓഫ് പ്രോജക്റ്റ് ഈസ് ഇൻ്റർപ്രറ്റഡ് ഡിഫറെൻ്റ്ലി ബിറ്റ്വീൻ ഓതേഴ്സ്. അപ്പോൾ പല ഓതേഴ്സും കൺസ്ട്രക്ഷൻ പ്രോജക്റ്റ് അല്ലെങ്കിൽ പ്രോജക്റ്റിനെ പറ്റിയിട്ട് ഡിഫറെൻറ്റ് ഡെഫിനീഷൻസ് ആണ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. നമുക്കൊരു 1-2 ഡെഫിനീഷൻസ് ഒന്ന് റാൻഡമായിട്ട് നോക്കാം. സന്താന ഡിഫൈൻസ് കൺസ്ട്രക്ഷൻ പ്രോജക്ട്സ് ഇൻ പ്രാക്ടിക്കൽ ടേംസ് ആസ് ദ സം ഓഫ് പ്ലാൻഡ് ആക്ടിവിറ്റീസ്, മെറ്റീരിയൽസ് or otherwise of an organization to convert an idea or a design for engineering or construction work to fulfill human or economic needs within the limits of quality, cost and duration. Okay, അപ്പോൾ കൺസ്ട്രക്ഷൻ പ്രോജക്റ്റിനെ ഡിഫൈൻ ചെയ്യുന്നത് ഇറ്റ് ഈസ് എ സം ഓഫ് പ്ലാൻഡ് ആക്ടിവിറ്റീസ്. നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്ന ഒരുപാട് ആക്ടിവിറ്റീസിൻ്റെ ഒരു സമ്മിനെയാണ് കൺസ്ട്രക്ഷൻ പ്രോജക്റ്റ് എന്ന് പറയുന്നത്. കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ് ഉണ്ട്, പ്ലാൻഡ് മെറ്റീരിയൽസ് ഉണ്ട്. ഇതെല്ലാം എന്താണ്, ഒരു ഓർഗനൈസേഷൻ അവരുടെ ഏതെങ്കിലും ഒരു ഐഡിയ അല്ലെങ്കിൽ അവരുടെ ഒരു ഡിസൈനെ നമ്മളൊരു ആക്ച്വൽ വർക്കിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് കൺസ്ട്രക്ഷൻ പ്രോജക്റ്റ് എന്ന് പറയുന്നത്. എന്തിനായിരിക്കും നമ്മൾ ഈ വർക്ക് ചെയ്യുന്നത്? ഹ്യൂമൻസിൻ്റെ ആഗ്രഹങ്ങൾ ഫുൾഫിൽ ചെയ്യാനായിട്ട്. ഇങ്ങനെയൊരു കൺസ്ട്രക്ഷൻ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങളാണ്: ക്വാളിറ്റി ഓഫ് ദ വർക്ക്, കോസ്റ്റ് ഓഫ് ദ വർക്ക് ആൻഡ് ഡ്യൂറേഷൻ. നമുക്കറിയാം, ക്വാളിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യുന്ന വർക്ക് ഒരു മിനിമം ISO സർട്ടിഫൈഡ് സ്റ്റാൻഡേർഡിലുള്ളതായിരിക്കണം. അതേപോലെ കോസ്റ്റ് ഒരു ലിമിറ്റഡ് ബഡ്ജറ്റിൽ നമുക്ക് നമ്മുടെ ക്ലയൻറ്റിന് പറ്റുന്ന രീതിയിലുള്ള ഒരു ബഡ്ജറ്റിൽ നേരത്തെ ഡിഫൈൻ ചെയ്തേക്കുന്ന ഒരു കോൺട്രാക്റ്റ് എഗ്രിമെൻറ്റ് പ്രകാരമുള്ള കോസ്റ്റിൽ നമുക്ക് ആ വർക്ക് തീർക്കാൻ പറ്റണം. അതേപോലെ ഡ്യൂറേഷൻ പറഞ്ഞ സമയത്തിന് നമുക്ക് വർക്ക് തീർത്ത് കൊടുക്കുകയും വേണം. കൺസ്ട്രക്ഷൻ ഈസ് ഡിഫൈൻഡ് ആസ് എ പ്രോസസ് ദാറ്റ് കൺസിസ്റ്റ് ഓഫ് ബിൽഡിംഗ് ഓർ അസംബ്ലിംഗ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ. അപ്പോൾ കൺസ്ട്രക്ഷൻ എന്ന് വെച്ചാൽ സിമ്പിളായിട്ട് ഒരു ബിൽഡിങ്ങിൻ്റെ കെട്ടിപ്പടുത്തുന്ന ആ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചറിനെ അസംബിൾ ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. എ കൺസ്ട്രക്ഷൻ പ്രോജക്റ്റ്, ഇപ്പോൾ അടുത്തൊരു ഡെഫിനീഷനാണ് കൺസ്ട്രക്ഷൻ പ്രോജക്റ്റ് includes all materials and work necessary for the construction of a finished structure for occupancy by end customer. അപ്പോൾ ഒരു എൻഡ് കസ്റ്റമറിന് വേണ്ടിയിട്ട് ഒരു ഫിനിഷ്ഡ് സ്ട്രക്ചർ, പൂർത്തിയായ ഒരു സ്ട്രക്ചർ കൺസ്ട്രക്റ്റ് ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽ, വർക്ക്, ഇതെല്ലാം നമുക്ക് നെസസറിയാണ്. ദിസ് ഇൻക്ലൂഡ്, അപ്പോൾ ഈ ഒരു കൺസ്ട്രക്ഷൻ പ്രോജക്റ്റിൽ എന്തൊക്കെ ആക്ടിവിറ്റീസാണ് വരുന്നതെന്നാണ് പറയുന്നത്. ദിസ് ഇൻക്ലൂഡ് സൈറ്റ് പ്രിപ്പറേഷൻ, ഫൗണ്ടേഷൻസ്, മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ വർക്ക് ആൻഡ് എനി അതർ വർക്ക് നെസസറി ടു കംപ്ലീറ്റ് ദ പ്രോജക്റ്റ്. അപ്പോൾ ഈ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ ആവശ്യമായിട്ട് നമുക്ക് സൈറ്റ് പ്രിപ്പയർ ചെയ്ത് ക്ലിയർ ചെയ്ത് റെഡിയാക്കണം, ഫൗണ്ടേഷൻസ് കെട്ടിപ്പെടുത്തണം, അതുപോലെ ബിൽഡിങ്ങിൻ്റെ അകത്ത് മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ വർക്ക്, ഇതെല്ലാം ഈ കൺസ്ട്രക്ഷൻ പ്രോജക്റ്റിൻ്റെ അകത്ത് പെടും. ഓക്കെ, ഇനി ടൈപ്സ് ഓഫ് കൺസ്ട്രക്ഷൻ പ്രോജക്റ്റ്.
There are different types of construction project. First one residential, second one institutional and commercial, third one infrastructural, fourth one industrial. അപ്പോൾ ഓരോന്ന് എന്താണെന്നുള്ളത് വളരെ ബ്രീഫായിട്ട് നമുക്ക് നോക്കാം. നമുക്ക് ഈ പേരിൽ നിന്ന് തന്നെ അതിൻ്റെ എക്സ്പ്ലനേഷൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ കൊമേഴ്ഷ്യൽ കൺസ്ട്രക്ഷൻ പ്രോജക്റ്റ്. കൊമേഴ്ഷ്യൽ കൺസ്ട്രക്ഷൻ റെഫേഴ്സ് ടു ദ കൺസ്ട്രക്ഷൻ ഓഫ് എ ബിൽഡിംഗ് ഫോർ എ കൊമേഴ്ഷ്യൽ പർപ്പസ്. ഒരു കൊമേഴ്ഷ്യൽ പർപ്പസിന് ആവശ്യമായിട്ട് നമ്മളൊരു ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ നടത്തുവാണെങ്കിൽ അതിനെയാണ് നമ്മൾ കൊമേഴ്ഷ്യൽ കൺസ്ട്രക്ഷൻ പ്രോജക്റ്റ് എന്ന് പറയുന്നത്. ബിക്കോസ് ഓഫ് ഇറ്റ്സ് ലാർജ് സ്കോപ്പ് ഓഫ് ദീസ് പ്രോജക്റ്റ് ദേ ഓഫൺ റിക്വയർസ് എ ലോട്ട് ഓഫ് പേഴ്സണൽസ് ത്രൂ ഔട്ട് ദ കൺസ്ട്രക്ഷൻ പ്രോസസ്. അപ്പോൾ ഇത് കുറച്ച് വലിയ കൊമേഴ്ഷ്യൽ സ്പേസ് ആണ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഒരുപാട് പേഴ്സണൽസ് കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റിക്ക് ആവശ്യമായിട്ടുള്ള ഒരുപാട് ആൾക്കാർ നമുക്ക് അതിൻ്റെ അകത്തേക്ക് ആവശ്യമുണ്ടാകും. സം ഓഫ് ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കൊമേഴ്ഷ്യൽ കൺസ്ട്രക്ഷൻ പ്രോജക്ട്സ് ആർ റെസ്റ്റോറൻറ്റ്സ്, ഓഫീസ് ബിൽഡിംഗ്, ഗ്രോസറി, റീറ്റെയിൽ സ്റ്റോഴ്സ്. അപ്പോൾ ഈ കൊമേഴ്ഷ്യൽ കൺസ്ട്രക്ഷൻ പ്രോജക്റ്റിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് ആണ് റെസ്റ്റോറൻറ്റിൻ്റെ കൺസ്ട്രക്ഷൻ, ഓഫീസ് ബിൽഡിങ്ങിൻ്റെ കൺസ്ട്രക്ഷൻ, ഗ്രോസറി അല്ലെങ്കിൽ റീറ്റെയിൽ സ്റ്റോഴ്സിൻ്റെ കൺസ്ട്രക്ഷൻ. ഓക്കെ, അടുത്തത് റെസിഡൻഷ്യൽ കൺസ്ട്രക്ഷൻ പ്രോജക്റ്റ്. റെസിഡൻഷ്യൽ കൺസ്ട്രക്ഷൻ പ്രോജക്റ്റ് ഫോക്കസ് ഓൺ ബിൽഡിങ്സ് വെർ പീപ്പിൾ ലിവ്. അപ്പോൾ നമ്മൾ ആൾക്കാർ താമസിക്കുന്ന സ്ഥലങ്ങൾ, അതായത് ആ ബിൽഡിങ്ങുകളെ ഫോക്കസ് ചെയ്യുന്ന പ്രോജക്റ്റാണ് റെസിഡൻഷ്യൽ കൺസ്ട്രക്ഷൻ പ്രോജക്റ്റ്. സ്മോളർ ദാൻ കൊമേഴ്ഷ്യൽ പ്രോജക്റ്റ്, റെസിഡൻഷ്യൽ പ്രോജക്ട്സ് ടിപ്പിക്കലി റിക്വയർ സ്മോൾ ബഡ്ജറ്റ്സ് ആൻഡ് കൺസ്ട്രക്ഷൻ ടീം. ഒരു കൊമേഴ്ഷ്യൽ കൺസ്ട്രക്ഷൻ പ്രോജക്റ്റിനെക്കാളും സ്മോളറാണ് ഈ ഒരു റെസിഡൻഷ്യൽ ബിൽഡിംഗ് പ്രോജക്ട്സ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ബഡ്ജറ്റും ആ കൺസ്ട്രക്ഷൻ ആവശ്യമായിട്ടുള്ള ആ ഒരു കൺസ്ട്രക്ഷൻ ടീമും നമുക്ക് കൊമേഴ്ഷ്യലിനെക്കാളും കുറച്ച് കുറവായിരിക്കും. Engineers and architects usually design residential buildings. Builders then employ subcontractors to complete the construction project. അപ്പോൾ യൂഷ്വലി ഒരു റെസിഡൻഷ്യൽ കൺസ്ട്രക്ഷൻ പ്രോജക്റ്റ് ആണെങ്കിലും എഞ്ചിനീയേഴ്സും ആർക്കിടെക്റ്റും കൂടിയായിരിക്കും ആ ഒരു ബിൽഡിങ്ങിൻ്റെ ലേഔട്ടും പ്ലാനും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത്. അതിനുശേഷം ഏതെങ്കിലും ഒരു ബിൽഡർ ആ ഒരു വർക്കിനെ സബ് കോൺട്രാക്റ്റ് കൊടുക്കും, ചെറിയ ഏതെങ്കിലും കോൺട്രാക്ടറിന് കൊടുത്തിട്ട് അങ്ങനെയാണ് ആ ഒരു പ്രോജക്റ്റ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. റെസിഡൻഷ്യൽ കൺസ്ട്രക്ഷൻ പ്രോജക്ട്സ് റിക്വയർ മോർ റെഗുലേഷൻസ് and codes compared to commercial construction project. Each residential project need to comply with certain codes and local building authority regulations. അപ്പോൾ ഒരു കൊമേഴ്ഷ്യൽ കൺസ്ട്രക്ഷൻ പ്രോജക്റ്റിനെക്കാളും കുറച്ചധികം റൂൾസും റെഗുലേഷൻസും കോഡ്സും ഒക്കെ ഈ ഒരു റെസിഡൻഷ്യൽ കൺസ്ട്രക്ഷൻ പ്രോജക്റ്റിൽ നമുക്ക് ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഏതൊരു പഞ്ചായത്തിലാണോ സ്ഥിതി ചെയ്യുന്നത് ആ പഞ്ചായത്തിൻ്റേതായിട്ടുള്ള രീതിയിൽ വേണം നമ്മൾ അതിൻ്റെ പ്ലാൻ അപ്രൂവ് ചെയ്യാൻ, ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യാൻ, NOC ഒക്കെ വാങ്ങാൻ വേണ്ടി. Examples of residential construction project are apartment, dormitory, etc. അടുത്ത ടൈപ്പ് എന്ന് പറയുമ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ കൺസ്ട്രക്ഷൻ പ്രോജക്റ്റ്. ഇൻഫ്രാസ്ട്രക്ചർ കൺസ്ട്രക്ഷൻ ഇൻവോൾവ്സ് സ്ട്രക്ചേഴ്സ് ലൈക്ക് എയർപോർട്ട്, റോഡ്, ബ്രിഡ്ജസ് ആൻഡ് സീവർ സിസ്റ്റം എക്സെട്ര. സം ഇൻഫ്രാസ്ട്രക്ചർ കൺസ്ട്രക്ഷൻ പ്രോജക്റ്റ് ഇൻക്ലൂഡ് ഹൈവേസ്, ബ്രിഡ്ജസ്, എയർപോർട്ട് എക്സെട്ര. നമുക്ക് പേരിൽ നിന്ന് തന്നെ മനസ്സിലാവും ഇൻഫ്രാസ്ട്രക്ചർ കൺസ്ട്രക്ഷൻ നമ്മുടെ ഹ്യൂമൻ ബീയിങ്സിന് ആവശ്യമായിട്ടുള്ള ബേസിക് ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ആയിട്ടുള്ള ഹൈവേ, റോഡ്സ്, എയർപോർട്ട്സ്, ബ്രിഡ്ജസ്, ഹാർബേഴ്സ്, ഇതിൻ്റെ എല്ലാം കൺസ്ട്രക്ഷനാണ് ഈ ഒരു ഇൻഫ്രാസ്ട്രക്ചർ കൺസ്ട്രക്ഷൻ പ്രോജക്റ്റിൽ വരുന്നത്. ഇത് കൂടുതലായിട്ടും എന്താണ് ഗവൺമെൻറ് പ്രോജക്റ്റുകളായിരിക്കും അല്ലേ. നമ്മുടെ ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ്റും കൂടിയാണ്. അപ്പോൾ അത് മെയിൻലി ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻ്റ് ആയിരിക്കും. നേരെ മറിച്ച് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ ഈ റെസിഡൻഷ്യൽ കൺസ്ട്രക്ഷൻ പ്രോജക്റ്റ് ആണെങ്കിലും കൊമേഴ്ഷ്യൽ കൺസ്ട്രക്ഷൻ പ്രോജക്റ്റ് ആണെങ്കിലും അത് ഗവൺമെൻറ് പ്രോജക്റ്റും ആവാം, അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് ഇൻഡിവിജ്വൽ ചെയ്യുന്നതും ആവാം. അടുത്തത് ഫോർത്ത് വൺ, ഇൻഡസ്ട്രിയൽ കൺസ്ട്രക്ഷൻ പ്രോജക്റ്റ്. Industrial construction involves building large scale production facility. അപ്പോൾ ഫാക്ടറീസ് അല്ലെങ്കിൽ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ ഫെസിലിറ്റീസിനെ കൺസ്ട്രക്ഷനെയാണ് നമ്മൾ ഇൻഡസ്ട്രിയൽ കൺസ്ട്രക്ഷൻ പ്രോജക്ട്സിൽ ഇൻവോൾവ് ചെയ്യുന്നത്. മെനി കൺസ്ട്രക്ഷൻ കമ്പനീസ് കംപ്ലീറ്റ് ഇൻഡസ്ട്രിയൽ കൺസ്ട്രക്ഷൻ പ്രോജക്ട്സ് ഫോർ കോർപ്പറേഷൻസ്. അപ്പോൾ പല കമ്പനീസും പല കോർപ്പറേറ്റ്സിനും വേണ്ടിയിട്ട് ഇതേപോലെ ഇൻഡസ്ട്രിയൽ കൺസ്ട്രക്ഷൻ പ്രോജക്ട്സ് ക്രിയേറ്റ് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ മേക്ക് ചെയ്യാറുണ്ട്. ബിക്കോസ് ഓഫ് ദിയർ കോംപ്ലക്സിറ്റി ദേ റിക്വയർ എക്സ്പെർട്ടൈസ് ഫ്രം വൈഡ് വെറൈറ്റി ഓഫ് പ്രൊഫഷണൽസ്. അപ്പോൾ ഈ ഇപ്പോൾ ഒരു ഫാക്ടറി ബിൽഡിംഗ് അല്ലെങ്കിൽ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ ഫാക്ടറി ഒക്കെയാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നതെങ്കിൽ ആ ഒരു കൺസ്ട്രക്ഷൻ വളരെ കോംപ്ലക്സിറ്റി ആയിരിക്കും. കാരണം ഇപ്പോൾ ഒരു ഫാക്ടറി ആണെങ്കിൽ അതിൻ്റെ അത് ഫയർ എക്സ്റ്റിങ്ക്യൂഷർ, ലിഫ്റ്റ്, ഹെവി എക്യുപ്മെൻറ്റ്സ്, പിന്നെ ഒരുപാട് വർക്കേഴ്സിന് വേണ്ടിയിട്ടുള്ള റെസ്റ്റ് റൂംസ്, അങ്ങനെ ഒരുപാട് ഫെസിലിറ്റീസ് നമുക്ക് അതിൻ്റെ അത് ഇൻക്ലൂഡ് ചെയ്യേണ്ടി വരും, സേഫ്റ്റി ഫീച്ചേഴ്സ് അങ്ങനെ. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ എക്സ്പേർട്ടായിട്ടുള്ള വൈഡ് വെറൈറ്റീസ് ഓഫ് പ്രൊഫഷണൽസ്, എഞ്ചിനീയേഴ്സ്, ആർക്കിടെക്റ്റേഴ്സ്, സ്കിൽഡ് ലേബേഴ്സ്, ഇതെല്ലാവരെയും സൂപ്പർവൈസേഴ്സ്, ഇവരെല്ലാവരും നമുക്ക് ഈ ഒരു പ്രോജക്റ്റിലേക്ക് ആവശ്യമായിട്ട് വരും. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻഡസ്ട്രിയൽ കൺസ്ട്രക്ഷൻ പ്രോജക്ട്സ് ആർ വെയർ ഹൗസസ്, മാനുഫാക്ചറിങ് ഫെസിലിറ്റീസ്, ഓയിൽ റിഫൈനറീസ് എക്സെട്ര. അടുത്തൊരു ടൈപ്പ്
അല്ലെങ്കിൽ അടുത്തൊരു ടോപ്പിക് വരുന്നത് കാറ്റഗറീസ് ഓഫ് കൺസ്ട്രക്ഷൻ പ്രോജക്റ്റ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ടൈപ്സ് ആണ്, എന്തൊക്കെ ടൈപ്സ് ആണ് വരുന്നത് എന്നുള്ളതാണ്. അടുത്തത് കാറ്റഗറീസ് ഓഫ് കൺസ്ട്രക്ഷൻ പ്രോജക്റ്റ്. കൺസ്ട്രക്ഷൻ പ്രോജക്ട്സ് ആർ ഐദർ പബ്ലിക് ഓർ പ്രൈവറ്റ്. ദേ ആർ ഫർദർ ബ്രോക്ക് ഡൗൺ ഇൻ ടു 4 ടൈപ്സ്. അപ്പോൾ യൂഷ്വലി ഒരു കൺസ്ട്രക്ഷൻ പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും 2 രീതിയിൽ, ഒന്നെങ്കിൽ പബ്ലിക് ഗവൺമെൻറ് അണ്ടർടേക്കിംഗ് ഉള്ളതായിരിക്കും, അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് വർക്ക് നമ്മൾ ഇൻഡിവിജ്വലി നമ്മുടെ ആവശ്യത്തിന് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് കൺസ്ട്രക്ഷൻ പ്രോജക്റ്റിനെ 4 ആയിട്ട് കാറ്റഗറൈസ് ചെയ്യാം. പ്രൈവറ്റ് റെസിഡൻഷ്യൽ പ്രോജക്റ്റ്, പ്രൈവറ്റ് കൊമേഴ്ഷ്യൽ പ്രോജക്റ്റ്, സ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ പ്രോജക്റ്റ്, ഫെഡറൽ കൺസ്ട്രക്ഷൻ പ്രോജക്റ്റ്. ഇതിൽ ഈ ആദ്യം പറയുന്ന 2 ഏകദേശം സെയിം തന്നെയാണ്. പ്രൈവറ്റായിട്ട് നമ്മൾ ചെയ്യുന്ന റെസിഡൻഷ്യൽ പർപ്പസിനുള്ള പ്രോജക്റ്റ്, അടുത്തത് പ്രൈവറ്റായിട്ട് നമ്മൾ ചെയ്യുന്ന കൊമേഴ്ഷ്യൽ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ പരമായിട്ടുള്ള ഒരു പ്രോജക്റ്റ്. ഓക്കെ, ദീസ് കാറ്റഗറീസ് ആർ ഡിറ്റർമൈൻഡ് ബൈ ഹൂ ഓൺസ് ദ പ്രോപ്പർട്ടി വേർ ദ കൺസ്ട്രക്ഷൻ ഈസ് ടേക്കിംഗ് പ്ലേസ്. അപ്പോൾ ഈ കാറ്റഗറി എങ്ങനെയാണ് ഇതിനെ കാറ്റഗറൈസ് ചെയ്തേക്കുന്നതെന്ന് വെച്ചാൽ, ആരാണ് ഈ വർക്ക് നടക്കുന്ന പ്രോപ്പർട്ടി ഓൺ ചെയ്യുന്നത്, അതേപോലെ എവിടെയാണ് വേർ ദ കൺസ്ട്രക്ഷൻ ഈസ് ടേക്കിംഗ് പ്ലേസ്. ഇത് രണ്ടും വെച്ചിട്ട് നമുക്ക് ഈ കൺസ്ട്രക്ഷൻ പ്രോജക്റ്റിനെ 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് നോക്കാം. ഫസ്റ്റ് വൺ, പ്രൈവറ്റ് റെസിഡൻഷ്യൽ പ്രോജക്റ്റ്. ദ ഫസ്റ്റ് ടൈപ്പ് ഓഫ് കൺസ്ട്രക്ഷൻ പ്രോജക്റ്റ് ഈസ് പ്രൈവറ്റ് കൺസ്ട്രക്ഷൻ പ്രോജക്റ്റ്. Private projects are projects that are owned, controlled and commissioned by private party. അപ്പോൾ ഒരു പ്രൈവറ്റ് പാർട്ടി അയാളുടെ ആവശ്യത്തിനായിട്ട് അയാൾ ഓൺ ചെയ്യുന്ന, അയാളുടെ സ്വന്തം ഇഷ്ടപ്രകാരം കൺട്രോൾ ചെയ്യുകയും കമ്മീഷൻ ചെയ്യുകയും ചെയ്യുന്ന പ്രോജക്റ്റുകളെയാണ് പ്രൈവറ്റ് കൺസ്ട്രക്ഷൻ പ്രോജക്റ്റ് എന്ന് പറയുന്നത്. പ്രൈവറ്റ് പാർട്ടീസ് ഇൻക്ലൂഡ് ഇൻഡിവിജ്വൽസ്, ഹോം ഓണേഴ്സ്, കോർപ്പറേഷൻസ്, അതർ ബിസിനസ് എൻറ്റിറ്റീസ്, നോൺ പ്രോഫിറ്റ് അസോസിയേറ്റ്, പ്രൈവറ്റ്ലി ഫണ്ടഡ് സ്കൂൾ, ഹോസ്പിറ്റൽ, പബ്ലിക് ട്രേഡഡ് കമ്പനീസ് എക്സെട്ര. അപ്പോൾ ഈ രീതിയിൽ ഒരു പ്രൈവറ്റ് പാർട്ടി എന്ന് പറയുമ്പോൾ അതൊരു ഇൻഡിവിജ്വൽ ആകാം, അല്ലെങ്കിൽ കുറച്ച് ആൾക്കാരുടെ ഒരു ഓർഗനൈസേഷൻ ആവാം, അല്ലെങ്കിൽ ഫണ്ടഡ് ആയിട്ടുള്ള പുറത്തുനിന്നുള്ള ഫണ്ടഡ് വെച്ച് ഉപയോഗിക്കുന്ന സ്കൂൾസ് ആകാം, ഹോസ്പിറ്റലാകാം, അങ്ങനെ കമ്പനീസ് ആവാം, അല്ലെങ്കിൽ ഇപ്പോൾ ലോയറിൻ്റെ ഓഫീസ്, ഡോക്ടേഴ്സിൻ്റെ ഓഫീസ്, ക്ലിനിക്കുകൾ, ഇതെല്ലാം പ്രൈവറ്റ് റെസിഡൻഷ്യൽ അല്ലെങ്കിൽ പ്രൈവറ്റ് പാർട്ടീസ് ഓൺ ചെയ്യുന്ന പ്രോജക്റ്റുകളാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, എനിത്തിങ് ഇൻ അതർ വേർഡ്സ് ദാറ്റ് ഈസ് നോട്ട് ദ ഗവൺമെൻറ്. അപ്പോൾ അല്ലാത്ത ഏതൊരു കൺസ്ട്രക്ഷൻ വർക്കിനെയും നമുക്ക് പ്രൈവറ്റ് കൺസ്ട്രക്ഷൻ വർക്കായിട്ട് പറയാം. ഇനി ഈ ഒരു പ്രൈവറ്റ് റെസിഡൻഷ്യൽ അല്ലെങ്കിൽ പ്രൈവറ്റ് കൺസ്ട്രക്ഷൻ വർക്കിനെ ഫർദർ നമുക്ക് 3 സബ് കാറ്റഗറീസ് ആക്കി ഡിവൈഡ് ചെയ്യാം. 1 റെസിഡൻഷ്യൽ കൺസ്ട്രക്ഷൻ, 2 കൊമേഴ്ഷ്യൽ, 3 ഇൻഡസ്ട്രിയൽ. അപ്പോൾ പ്രൈവറ്റ് കൺസ്ട്രക്ഷനെ റെസിഡൻഷ്യൽ, കൊമേഴ്ഷ്യൽ, ഇൻഡസ്ട്രിയൽ എന്നുള്ള രീതിയിൽ 3 സബ് കാറ്റഗറീസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഫസ്റ്റ് വൺ, റെസിഡൻഷ്യൽ കൺസ്ട്രക്ഷൻ. Whenever construction work is being performed for a single family residence or a residential facility within less than 3 or 4 units. അപ്പോൾ ഒരു സിംഗിൾ ഫാമിലിക്ക് താമസിക്കാൻ ആവശ്യമായിട്ടുള്ള ബിൽഡിങ്ങോ അല്ലെങ്കിൽ 3-4 യൂണിറ്റ്സ്, അതായത് ചെറിയ ഒരു മിനി അപ്പാർട്ട്മെൻറ്റ് കൺസ്ട്രക്ഷനൊക്കെ ആണെങ്കിൽ അതിനെ നമുക്ക് റെസിഡൻഷ്യൽ കൺസ്ട്രക്ഷനായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അടുത്തത് കൊമേഴ്ഷ്യൽ കൺസ്ട്രക്ഷൻ. Commercial construction is the construction of any building or similar structures for commercial purpose. The commercial construction include a huge varieties of projects including restaurant, grocery store, skyscrapers, shopping centers, sports facility, hospitals, private school, universities, etc. ഇപ്പോൾ കൊമേഴ്ഷ്യൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ബിസിനസ് ആവശ്യങ്ങൾക്കായിട്ട് കെട്ടിപ്പടുത്തുന്ന ബിൽഡിങ്ങിൻ്റെ കൺസ്ട്രക്ഷൻ, പക്ഷേ പ്രൈവറ്റാണ്. കൊമേഴ്ഷ്യൽ കൺസ്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ ബിൽഡിങ്സോ അല്ലെങ്കിൽ അതുപോലത്തെ കൊമേഴ്ഷ്യൽ പർപ്പസിന് യൂസ് ചെയ്യുന്ന എന്ത് സ്ട്രക്ചർ വേണമെങ്കിലും ആവാം. അപ്പോൾ അതിനകത്ത് ഒരുപാട് വൈഡ് വെറൈറ്റീസ് ഓഫ് ബിൽഡിങ്സ് വരുന്നുണ്ട്. അതായത് റെസ്റ്റോറൻറ്റ്സ് വരാം, ഗ്രോസറി സ്റ്റോർ വരാം, ഷോപ്പിംഗ് മാളുകൾ വരാം, സ്പോർട്സ് ഫെസിലിറ്റി, ഇപ്പോൾ ടർഫ് അതുപോലത്തെ കൺസ്ട്രക്ഷൻ ഫെസിലിറ്റീസ് ഒക്കെ വരുന്നുണ്ട്, ഹോസ്പിറ്റൽസ്, സ്കൂൾസ്, ചെറിയ ചെറിയ യൂണിവേഴ്സിറ്റീസ്, ഇതെല്ലാം ഈ കൊമേഴ്ഷ്യൽ കൺസ്ട്രക്ഷൻ പ്രോജക്റ്റാണ്. പക്ഷേ ശ്രദ്ധിക്കുക, ഇതും പ്രൈവറ്റാണ്. പ്രൈവറ്റ് ഒരു ഇൻഡിവിജ്വലോ അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് ഓർഗനൈസേഷനോ കൺസ്ട്രക്ട് ചെയ്യുന്നതിനെയാണ് പറയുന്നത്. Third one, industrial construction. This is a relatively small segment of construction industry. പ്രൈവറ്റ് ആയതുകൊണ്ട് തന്നെ ഇതൊരു സ്മോൾ സ്കെയിൽ സെക്ടറായിട്ടാണ് ഈ ഒരു ഇൻഡസ്ട്രിയൽ കൺസ്ട്രക്ഷൻ വരുന്നത്. ദീസ് പ്രോജക്ട്സ് ഇൻക്ലൂഡ് പവർ പ്ലാന്റ്സ്, മാനുഫാക്ചറിങ് പ്ലാന്റ്സ്, സോളാർ, വിൻഡ് ഫാം, റിഫൈനറീസ് എക്സെട്ര. ഇപ്പോൾ ഒരു പ്രൈവറ്റ് ഓർഗനൈസേഷൻ സ്വന്തമായിട്ട് കൺസ്ട്രക്ട് ചെയ്യുന്ന പവർ പ്ലാന്റോ മാനുഫാക്ചറിങ് പ്ലാന്റോ സോളാർ, വിൻഡ് ഫാമോ റിഫൈനറീസോ എല്ലാം നമുക്ക് പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ കൺസ്ട്രക്ഷൻ്റെ രീതിയിൽ പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ കൺസ്ട്രക്ഷൻ പ്രോജക്ട്സിൻ്റെ കാറ്റഗറീസ് ആണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഫസ്റ്റ് വൺ
പ്രൈവറ്റ് കൺസ്ട്രക്ഷൻ പ്രോജക്റ്റാണ്. അതിൽ തന്നെ നമ്മൾ റെസിഡൻഷ്യൽ, കൊമേഴ്ഷ്യൽ, ഇൻഡസ്ട്രിയൽ 3 നോക്കി. ഇനി അടുത്തത് നമ്മൾ മെയിനായിട്ട് പഠിക്കുന്ന രണ്ടാമത്തെ കാറ്റഗറി സ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ പ്രോജക്റ്റാണ്. അപ്പോൾ ആ ഒരു പേരിൽ നിന്ന് തന്നെ കിട്ടും, ഗവൺമെൻറ് ഫണ്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഗവൺമെൻറ് അണ്ടർടേക്ക് ചെയ്യുന്ന കൺസ്ട്രക്ഷൻ പ്രോജക്റ്റുകളെയാണ് സ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ പ്രോജക്റ്റ് എന്ന് പറയുന്നത്. സ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ പ്രോജക്ട്സ് ക്യാൻ റെഫേഴ്സ് to projects commissioned by a country, city, municipality, government board, public school board or any other state funded entity. അപ്പോൾ ഏത് തരത്തിലുള്ള സ്റ്റേറ്റ് ഫണ്ടഡ് എൻറ്റിറ്റി കൊണ്ട് കൺസ്ട്രക്ട് ചെയ്യുന്ന പ്രോജക്റ്റിനെയും സ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ പ്രോജക്റ്റ് എന്ന് പറയാം. ഇപ്പോൾ ഒരു രാജ്യത്തിൻ്റെ ആവാം, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ സിറ്റി ഗവൺമെൻറ്റിൻ്റെ ആവാം, മുനിസിപ്പാലിറ്റിയുടെ ആവാം, അല്ലെങ്കിൽ പബ്ലിക് സ്കൂളോ, അങ്ങനെ ഗവൺമെൻറ് ഫണ്ടഡ് ആയിട്ടുള്ള ഗവൺമെൻറ് പ്രോപ്പർട്ടിയിൽ കൺസ്ട്രക്ട് ചെയ്യുന്ന ഏതൊരു കൺസ്ട്രക്ഷനെയും സ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ പ്രോജക്റ്റിൽ പറയും. ദ ടേം സ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ മീൻസ് എനി ഗവൺമെൻറ് ഫണ്ടഡ് പ്രോജക്റ്റ്. They can be traditional projects like construction of public school, government building. These projects can also be sophisticated such as construction of bridges, sewer lines, highways, etc. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ പ്രോജക്റ്റിൽ യൂഷ്വലി നമുക്ക് ഏറ്റവും എളുപ്പം അറിയാവുന്നത് പബ്ലിക് സ്കൂളുകൾ, ഗവൺമെൻറ് ബിൽഡിങ്സ്, ഇപ്പോൾ നമ്മുടെ നിയമസഭ ബിൽഡിങ്ങുകൾ, അതേപോലെ തന്നെ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ബ്രിഡ്ജിൻ്റെ കൺസ്ട്രക്ഷൻ, സീവർ ലൈൻ, ഹൈവേസ്, ഇതെല്ലാം ഈ ഒരു സ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ പ്രോജക്റ്റിലാണ് വരുന്നത്. ഇനി അവസാനത്തെ കാറ്റഗറി ഫെഡറൽ കൺസ്ട്രക്ഷൻ പ്രോജക്ട്സ്. അപ്പോൾ എന്താണ് ഫെഡറൽ കൺസ്ട്രക്ഷൻ പ്രോജക്റ്റ് എന്ന് നോക്കാം. ഫെഡറൽ കൺസ്ട്രക്ഷൻ പ്രോജക്ട്സ് ആർ സിമിലർ ടു സ്റ്റേറ്റ് പ്രോജക്ട്സ്. ഇപ്പോൾ സ്റ്റേറ്റ് പ്രോജക്റ്റിനോട് സിമിലർ ആയിട്ടുള്ളൊരു പ്രോജക്റ്റാണ് ഫെഡറൽ കൺസ്ട്രക്ഷൻ പ്രോജക്റ്റ്. ദ ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റേറ്റ് ആൻഡ് ഫെഡറൽ പ്രോജക്ട്സ് simply defines on who owns or control the underlying project site. അപ്പോൾ സ്റ്റേറ്റും ഫെഡറൽ പ്രോജക്ട്സും തമ്മിൽ സിമ്പിളായിട്ടുള്ള വ്യത്യാസം ഇത്രേ ഉള്ളൂ. ആരാണ് ആ പ്രോജക്റ്റ് ഓൺ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആരുടെ കൺട്രോളിലാണ് ആ പ്രോജക്റ്റ് പോകുന്നത്, അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു പ്രൈവറ്റ് ഏജൻസിയാണ് ഒരു ഗവൺമെൻറ് വർക്ക് ഏറ്റെടുത്ത് നടത്തുന്നത്. അങ്ങനെയാണെങ്കിൽ അവിടെ കൺട്രോൾ മുഴുവൻ പ്രൈവറ്റ് ഏജൻസി ആയിരിക്കും, പക്ഷേ വർക്ക് നടക്കുന്നത് ഗവൺമെൻറ് പ്രോപ്പർട്ടിയിലായിരിക്കും. അപ്പോൾ അങ്ങനെ കൊളാബറേറ്റഡ് ആയിട്ടുള്ള ആ ഒരു വർക്കിനെയാണ് ഫെഡറൽ കൺസ്ട്രക്ഷൻ പ്രോജക്റ്റ് എന്ന് പറയുന്നത്. ദ ഡിഫറൻസ് ഈസ് നോട്ട് വിത്തിൻ ദ എൻറ്റിറ്റി ഫണ്ട്സ് ദ പ്രോജക്റ്റ്, ബിക്കോസ് ഫെഡറൽ ഫണ്ട്സ് ആർ ഓൾ ഓവർ സ്റ്റേറ്റ് ആൻഡ് ഈവൻ പ്രൈവറ്റ് പ്രോജക്ട്സ്. ദ ഡിഫറൻസ് ഈസ് ഹൂ ഓൺസ് ആൻഡ് കൺട്രോൾസ് ദ പ്രോജക്റ്റ്. അപ്പോൾ ആര് ഫണ്ട് ചെയ്യുന്നു എന്നുള്ളതല്ല ഈ പ്രോജക്റ്റിൻ്റെ മെയിനായിട്ട് ഉള്ള ഒരു പോയിൻ്റ്, പകരം ആരാണത് ഓൺ ചെയ്യുന്നത്, ആരാണ് ആ പ്രോജക്റ്റ് കൺട്രോൾ ചെയ്യുന്നത്, അതിനെയായിരിക്കും ഡിപ്പെൻഡ് ചെയ്യുന്നത്. If the work is done on a state courthouse using federally provided fund, it is a state project. അപ്പോൾ വർക്ക് നടക്കുന്നത് സ്റ്റേറ്റിൻ്റെ പ്രോപ്പർട്ടിയിലാണ്, അതിനെ ഫണ്ട് ചെയ്യുന്നത് ഒരു പ്രൈവറ്റോ അല്ലെങ്കിൽ ഫെഡറൽ ആയിട്ടുള്ള ആരെങ്കിലും ആണെങ്കിൽ അതിനെ നമ്മൾ സ്റ്റേറ്റ് പ്രോജക്റ്റ് എന്ന് പറയും, തൊട്ട് മുമ്പ് പഠിച്ച ക്ലാസിഫിക്കേഷൻ. നേരെ മറിച്ച് ഇഫ് ദ വർക്ക് ഈസ് ഡൺ ഓൺ എ ഫെഡറൽ കോർട്ട്യാർഡ്, ഇപ്പോൾ പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് വർക്ക് നടക്കുന്നത്. However, it is a federal project. Work done on a federally funded interstate is usually a state project because the state control the highways. അപ്പോൾ ആ രീതിയിൽ കൊളാബറേഷൻ വരുന്ന പ്രോജക്റ്റുകൾ, സ്റ്റേറ്റും ഒരു ഫെഡറൽ ഏജൻസി അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് ഏജൻസിയുമായിട്ടുള്ള കൊളാബറേഷനിലുള്ള പ്രോജക്റ്റുകളാണ് ഫെഡറൽ കൺസ്ട്രക്ഷൻ പ്രോജക്റ്റായിട്ട് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ലെക്ചറിൻ്റെ ലാസ്റ്റ് പോയിന്റിലേക്ക് പോകാം. ചലഞ്ചസ് ഓഫ് കൺസ്ട്രക്ഷൻ. ഇപ്പോൾ നമ്മൾ കൺസ്ട്രക്ഷൻ പറഞ്ഞു, കൺസ്ട്രക്ഷൻ പ്രോജക്റ്റ് എന്താണെന്ന് പറഞ്ഞു, അതിനകത്തുള്ള ടൈപ്സ് പറഞ്ഞു, കാറ്റഗറീസ് പറഞ്ഞു. ഇങ്ങനെ ഈ കൺസ്ട്രക്ഷൻ പ്രോജക്റ്റ് നമ്മൾ ഹാൻഡ് ഓവർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഈ കൺട്രോൾ ചെയ്യുമ്പോൾ, നടക്കുമ്പോൾ നമ്മൾ ഉണ്ടാകുന്ന ചലഞ്ചസ് എന്തൊക്കെയാണ്? ദർ ആർ 3 കമ്പോണൻസ് ഓഫ് പ്രോജക്റ്റ്. അപ്പോൾ ഏത് പ്രോജക്റ്റ് നടന്നാലും, കൺസ്ട്രക്ഷൻ പ്രോജക്റ്റ് നടന്നാലും നമ്മൾ പ്രോപ്പറായിട്ട് മോണിറ്റർ ചെയ്യേണ്ട 3 കമ്പോണൻസ് ഉണ്ട്. കോസ്റ്റ്, ക്വാളിറ്റി, ടൈം. ഇത് 3ഉം കൺട്രോളല്ലെങ്കിൽ ആ ഒരു കൺസ്ട്രക്ഷൻ പല രീതിയിലേക്ക് ഡീവിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ആ ഒരു കൺസ്ട്രക്ഷൻ പ്രോജക്റ്റ് ഡീവിയേറ്റ് ചെയ്ത് പോകാം. അപ്പോൾ 3 കമ്പോണൻസ് ഓഫ് പ്രോജക്റ്റ് ആർ: ഫസ്റ്റ് വൺ കോസ്റ്റ് ഓഫ് എ പ്രോജക്റ്റ്, അതിനെ നമ്മൾ ബഡ്ജറ്റ് എന്നും പറയും. അടുത്തത് ക്വാളിറ്റി ആൻഡ് ക്വാളിറ്റി ഓഫ് കൺസ്ട്രക്ഷൻ, വർക്കിൻ്റെ ക്വാളിറ്റിയും കൺസ്ട്രക്ഷൻ ഫെസിലിറ്റി, അതായത് എക്യുപ്മെൻറ്റ്, ലേബേഴ്സ്, വർക്കേഴ്സ്, ഇവരുടെയൊക്കെ ക്വാളിറ്റി. അടുത്ത ടൈം ഓഫ് കംപ്ലീഷൻ ഓഫ് പ്രോജക്റ്റ്. ഇത് 3നെയും ഡിപ്പെൻഡ് ചെയ്ത്, അല്ലെങ്കിൽ ഇത് 3ഉമാണ് നമുക്ക് ഒരു കൺസ്ട്രക്ഷൻ പ്രോജക്റ്റ് നടക്കുമ്പോൾ ചലഞ്ചിങ് ആയിട്ടുള്ള ടാസ്കുകൾ. ഇത് 3ഉം കറക്റ്റായിട്ട് കൺട്രോൾ ചെയ്യുക എന്നുള്ളത്.
ദ ജോബ് ഓഫ് എ പ്രോജക്റ്റ് മാനേജർ ഈസ് ടു എസ്റ്റാബ്ലിഷ് ദ ബാലൻസ് ബിറ്റ്വീൻ ദീസ് 3 കമ്പോണൻസ്. അപ്പോൾ ഏതൊരു വർക്ക് എടുത്താലും അതിൻ്റെ ഹെഡായിട്ടൊരു പ്രോജക്റ്റ് മാനേജർ ഉണ്ടാവും. ആ പ്രോജക്റ്റ് മാനേജറിൻ്റെ ഏറ്റവും വലിയ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ കോസ്റ്റ്, ക്വാളിറ്റി, ടൈം, ആ ഒരു വർക്കിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഈ 3 കമ്പോണൻസിനെയും വിത്തിൻ ലിമിറ്റ് ബാലൻസ് ചെയ്ത് നിർത്തുക എന്നുള്ളതാണ് ഒരു പ്രോജക്റ്റ് മാനേജറിൻ്റെ ഏറ്റവും വലിയ ഡ്യൂട്ടി. ഇൻ അതർ വേസ്, ചലഞ്ച് ഇൻ കൺസ്ട്രക്ഷൻ ഈസ് ടു ഹാവ് എ ട്രേഡ് ഓഫ് എമംഗ് കോസ്റ്റ്, ടൈം ആൻഡ് ക്വാളിറ്റി. അതല്ലെങ്കിൽ സിമ്പിളായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കൺസ്ട്രക്ഷൻ പ്രോജക്റ്റിലെ ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറഞ്ഞാൽ കോസ്റ്റ്, ടൈം, ക്വാളിറ്റി, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടി ഒരു ബാലൻസിങ് പ്രോസസ്സിനെയാണ് നമുക്ക് ഏറ്റവും വലിയ ചലഞ്ചിങ് ആയിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ഒരു ലെക്ചറിൽ ഡിസ്കസ് ചെയ്യുന്നത്. താങ്ക് യു.